ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിനെ കുറിച്ച് പറഞ്ഞത് അത് സമ്പത്ത് ശുദ്ധീകരിക്കുമെന്നാണ്. പക്ഷെ സക്കാത്തിന്റെ വിതരണത്തിന്റെ വിഷയത്തിൽ വളരെ അലംഭാവകരമായ ഒരു സമീപനമാണ് പല ആളുകളും സ്വീകരിക്കാറുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ അള്ളാഹു എണ്ണി പറഞ്ഞ 8 വിഭാഗം ആളുകളിലേക്ക് തന്നെ സക്കാത്തിന്റെ സമ്പത്ത് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിന്റെ കൃത്യമായ വഴിക്കല്ല വിതരണം ചെയ്യപ്പെടുന്നത് എങ്കിൽ സക്കാത്ത് എന്ന ഉത്തരവാദിത്വം അയാളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടിക്കണക്കിന് സംഭാവന ചെയ്തതിന്റെ പേരിൽ നിർബന്ധമായും അടയ്ക്കേണ്ട ടാക്സിൽ നിന്നൊരാൾ മുക്തനാകാത്തതുപോലെ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ സക്കാത്ത് നൽകാത്തതിന്റെ പേരിൽ അയാൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ നാം കൊടുക്കുന്ന സക്കാത്ത് അർഹതപ്പെട്ട ആളുകളിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്ന് 100% ഉറപ്പിക്കുക എന്നത് സക്കാത്ത് കൊടുക്കുന്ന ആളുടെ ബാധ്യതയാണ്. കഴിവിന്റെ പരമാവധി സൂക്ഷ്മതയോടെ ആ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ സമ്പത്തിലും നമ്മുടെ ബിസിനസ്സിലും കുടുംബത്തിലുമെല്ലാം ബറക്കത്ത് ചെയ്യുമാറാവട്ടെ.